മണിക്കൂറിൽ 275 കിലോമീറ്റർ വേഗത. 2005 ലോകത്തെ ഏറ്റവും ശക്തിയേറിയ കൊടുങ്കാറ്റ്. പരമാവധി ശക്തിയുള്ള കാറ്റഗറി 5 ഉൾപ്പെടുത്തിയിരിക്കുന്നു. മെലിസ കൊടുങ്കാറ്റ് സംഹാര താണ്ഡവമാടിയാൽ വൻ നാശം വിതയ്ക്കുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. കരീബിയൻ ദ്വീപ് രാജ്യമായ ജമൈക്കയിലേക്കാണ് മെലിസ എത്തുന്നത്. കാറ്റഗറി 5 കൊടുങ്കാറ്റ് പൂർണ്ണ ശക്തിയോടെ വീശിയാൽ വൻ നാശം വിതയ്ക്കുമെന്നാണ് ജമൈക്കൻ പ്രധാനമന്ത്രി ആൻഡ്രൂ ഹോണസ് തിങ്കളാഴ്ച മുന്നറിയിപ്പ് നൽകിയത്. കാറ്റഗറി 5 കൊടുങ്കാറ്റിനെ നേരിടാൻ കഴിയുന്ന ഒരു അടിസ്ഥാന സൗകര്യവും ഈ മേഖലയിലില്ലെന്നും അതിനാൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായേക്കുമെന്നും ജമൈക്കൻ പ്രധാനമന്ത്രി വ്യക്തമാക്കി. മെലിസ കരതൊടുന്നതിന് മുന്നോടിയായി ഉയർന്ന പ്രദേശങ്ങളിലേക്കും ഷെൽട്ടറുകളിലേക്കും മാറാൻ ജമൈക്കൻ അധികൃതർ പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊടുങ്കാറ്റ് കനത്ത കാറ്റിനും വൻ വെള്ളപ്പൊക്കത്തിനും കാരണമാകുമെന്നും യുഎസിലെ നാഷണൽ ഹറിക്കെയിൻ സെൻറ്റർ മുന്നറിയിപ്പ് നൽകി. മെലിസ കൊടുങ്കാറ്റ് ഏറെ അപകടകാരിയാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. കൊടുങ്കാറ്റ് അതിവേഗം ശക്തി പ്രാപിക്കുന്ന ഒരു കാലാവസ്ഥാ പ്രതിഭാസത്തിന് വിധേയമായിരിക്കുന്നു. ശനിയാഴ്ച രാവിലെ മെലിസ വെറുമൊരു ഉഷ്ണമേഖലാ കൊടുങ്കാറ്റ് മാത്രമായിരുന്നു. എന്നാൽ കൊടുങ്കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ 115 കിലോമീറ്ററിൽ നിന്ന് ഞായറാഴ്ച മണിക്കൂറിൽ 225 കിലോമീറ്ററായി വർദ്ധിച്ചു. തിങ്കളാഴ്ച രാവിലെയോടെ അത് കാറ്റഗറി 5 ചുഴലിക്കാറ്റായി മാറി. കരീബിയൻ പ്രദേശത്ത് ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വേഗതയേറിയ ഒന്നാണിത്. എന്നാൽ തിങ്കളാഴ്ച ഉച്ചയോടെ കൊടുങ്കാറ്റിൻ്റെ ഭാവം വീണ്ടും മാറി. NHCയുടെ കണക്കനുസരിച്ച് ഉച്ചയോടെ കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ 281 കിലോമീറ്ററായി ഉയർന്നു. 2025 ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ കൊടുങ്കാറ്റായി മെലിസ മാറി.